ഹായ്, കഴിഞ്ഞ ദിവസം തന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും ഇത് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ആൾറെഡി നമ്മളൊന്ന് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ചെയ്യും തോന്നുന്നു. കാരണം എക്സാമിനൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. ഞാൻ ഇടയ്ക്ക് ഇടുന്നതൊക്കെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ മിക്കവാറും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. എന്നിട്ടും കുറേ വെറൈറ്റി ഇടുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വെച്ചാൽ ഒരു ബോറടിക്കാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടുന്നത്. കാരണം എപ്പോഴും ടഫ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് സിമ്പിളും ബാക്കി കുറച്ച് ഇതിനൊക്കെ കുറച്ച് പുതിയ രീതിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. On alloy content silver and copper in the ratio 5:1. ഞാൻ അധികം ഇഴപ്പിക്കുന്നില്ല. നമ്മൾ ആൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മളങ്ങ് പോവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മാത്രം എടുക്കുന്നു, സിൽവർ മാത്രം എടുക്കുന്നു. സിൽവറിന്റെ റേഷ്യോ എത്രയും നോക്കാം. ഫസ്റ്റ് സിൽവർ, സെക്കൻഡ് കോപ്പർ, ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും വരിക. അപ്പം സിൽവർ കോപ്പർ ആണെങ്കിൽ ഇതിനകത്ത് സിൽവറിന്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? ഫസ്റ്റിനകത്ത് എയ്ക്കകത്ത് സിൽവറിന്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 5/6 ആയിരിക്കും. എങ്കിൽ ബിക്കകത്ത് സിൽവർ എത്രയായിരിക്കും? സെക്കൻഡ് റേഷ്യോ എത്രയായിരുന്നു? 7:2. അതായത് എത്രയാ? 7/9 ആയിരിക്കും. ഇനി രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 80% സിൽവർ കിട്ടണം. 80% സിൽവർ കിട്ടണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 80% സിൽവർ ആണെങ്കിൽ ബാക്കി 20% ആരായിരിക്കും? കോപ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവർ റേഷ്യോ എത്രയായിരിക്കും? 8:2 അല്ലെങ്കിൽ 4:1 ആയിരിക്കും. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. സിൽവർ ഈസ്റ്റ് കോപ്പർ എത്രയായിരിക്കും? 4:1 ആയിരിക്കും. എന്ന് വെച്ചാൽ മൊത്തം ഒരു 5 റേഷ്യോ ഉണ്ടെങ്കിൽ അതിൽ 4 റേഷ്യോ ആരായിരിക്കും? 5 റേഷ്യോ ഉണ്ടെങ്കിൽ അതിൽ 4 റേഷ്യോ ആരായിരിക്കും? ഈ സിൽവർ ആയിരിക്കും. കാരണം മൊത്തം 5-ൽ 4 റേഷ്യോ എന്താ ആരായിരിക്കും? സിൽവർ ആയിരിക്കും. എങ്കിൽ 5/4 എന്ന് എഴുതാം. ഇതിനെ അലിഗേഷൻ ചെയ്താൽ മതി. നോക്കാം എത്ര കിട്ടും നോക്കാം. അപ്പം ഇനി നമുക്ക് ഇതിനെ അലിഗേഷൻ ചെയ്യണം. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. ഇപ്പം എത്രയാ? 7/9 മൈനസ് 4/5. ഇവിടെയാണെങ്കിലോ 4/5 മൈനസ് 5/6. ഇതിൽ വലുത് ചെറുതാണ് ഫ്രാക്ഷൻ വരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാൻഡമായിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ മാത്രം റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ ഒന്നും കുറയ്ക്കാം. അപ്പം നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് സിമ്പിളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. രണ്ടിടത്ത് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. 2 നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. തിരിച്ചിട്ട് ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അപ്പോൾ ഈ സോൾവ് ചെയ്ത് എത്ര കിട്ടും നോക്കാം. ഇതിപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതിനെ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതാം. എത്രയായിരുന്നു? 7 × 5 എത്ര കിട്ടും? 35 മൈനസ് 9 × 4 36. ഇതിപ്പോൾ നാളെ തിരിച്ചാൽ വന്നത്. ഇത് നെഗറ്റീവാണ് വരുന്നത്. അപ്പം 95 45 എന്ന് കിട്ടും. റേഷ്യോ ഇവിടെ എത്ര കിട്ടും? 6 × 4 24 മൈനസ് 5 × 5 25/5 × 6 30 എന്ന് വരും. ഇപ്പൊ നോക്കി ഇവിടെ എല്ലാം -1/45 റേഷ്യോ -1/30 വരുന്നത്. ഈ 2 നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കിയത് പ്രശ്നമൊന്നുമില്ല. -1 രണ്ടിടത്തും കോമൺ ആയിട്ട് ഉണ്ടെന്നുകൊണ്ട് ഒരു റേഷ്യോക്കകത്ത് കോമൺ ആയിട്ട് എന്ത് ഒഴിവാക്കാം? ഇവിടെ -1 കോമൺ ആക്കി -1 ഒഴിവാക്കി. എങ്കിൽ ഇതിനെ അല്ലാതെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തല്ലോ. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇവിടെ 30 വരും, അപ്പർ സൈഡിൽ എന്ത് വരും? 45 വരും. എങ്ങനെ വന്നു? ഈ 1/30ന്റെ ഈ 30 ഇവിടേക്ക് മൾട്ടിപ്പിൾ ചെയ്തു, ഈ 45 അപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 30:45 എന്ന് കിട്ടും. എങ്കിൽ 500 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 6 കിട്ടും, 9 കിട്ടും. 6 വെച്ചാൽ 3:2:3 എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ റേഷ്യോ എത്രയായിരിക്കും? 2:3 എന്ന് കിട്ടും. അതായത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? ഒരു 2:3 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആ ഫൈനൽ ക്വാണ്ടിറ്റീൻ്റെ എമൗണ്ട് അതിപ്പോൾ 5 കിലോ എടുത്താലും 1 കിലോ എടുത്താലും 50 കിലോ എടുത്താലും അതിൻ്റെ 80% എന്തായിരിക്കും? സിൽവർ ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എത്രയാ? 2:3. ഓപ്ഷൻ സി 2:3 കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? നോക്കിയേ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഓർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് മുമ്പുള്ളൊരു ക്ലാസ്സിൽ ഇതുപോലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A tea worth ₹126 per kilogram, 126 per kilogram and 135 per kilogram are mixed with a third variety. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. തേർഡ് വെറൈറ്റി ഇൻ ദി റേഷ്യോ 1:1:2 1:1:2 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്തു? അത് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ആ മിക്സ്ചറിന്റെ വർദ്ധ എത്രയായിരുന്നു? 153 ആയിരുന്നുവെങ്കിൽ ഈ തേർഡ് വെറൈറ്റി എത്രയായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തന്നു. എങ്ങനെയായിരുന്നു? 2 രീതി ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടും ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുത്തെ റേഷ്യോ ഫസ്റ്റ് 2 റേഷ്യോ സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവരുടെ ആവറേജ് എടുത്തിട്ട് ഈ ഫസ്റ്റ് 2ന്റെ ആവറേജ് എടുത്തിട്ട് ഈ റേഷ്യോ സം ചെയ്ത് അതുമായിട്ട് വെച്ചും ചെയ്യാം. അപ്പം ഈ 2 മെത്തേഡും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ 2 മെത്തേഡും ചെയ്ത് നോക്കുക. 2 മെത്തേഡിലും ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
എന്നിട്ട് ഞാൻ പിന്നൊരു ക്ലാസ് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഉറപ്പായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം നിങ്ങളെ വെറുതെ ആദ്യമേ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ ക്യാൻ കണ്ടെയ്ൻ മിക്സ്ചർ ഓഫ് 2 liquids A and B in the ratio 7:5 when 9 liters of mixture is drawn out and the can is filled with B. The ratio of A and B becomes 7:9. How many liters of liquid A was contained in the can initially? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ ചോദിക്കുന്ന തരത്ത് അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ക്യാനിനകത്ത് മിക്സ്ചർ ഓഫ് 2 liquids ഉണ്ടായിരുന്നു, എയും ബിയും. ഒരു ക്യാനിനകത്ത് എയും ബിയും 2 ലിക്വിഡ് ഉണ്ടായിരുന്നു. അവരുടെ റേഷ്യോ എത്രയായിരുന്നു? ഒരു 7:5 റേഷ്യോയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഇനിഷ്യലി മൊത്തം എത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയുന്നില്ല. എത്രയോ ഉണ്ടായിരുന്നു, അതിൽ അവരുടെ റേഷ്യോ 7:5 ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു 9 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റി, ശ്രദ്ധിക്കുക, ഈ ഒരു മുഴുവൻ പാലിൽ നിന്നും ഒരു 9 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റി, ആ മിക്സ്ചറാണ് എടുത്ത് മാറ്റുന്നത്. ഒരു 9 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു 9 ലിറ്റർ ബി ആഡ് ചെയ്യുന്നു. 9 ലിറ്റർ എന്ത് ചെയ്യുന്നു? ബി ആഡ് ചെയ്യുന്നു. ബി ആണ് നമ്മൾ അതിന് പകരം ആഡ് ചെയ്യുന്നത്. എന്തായിരുന്നു? ഒരു 9 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റി, എന്നിട്ട് 9 ലിറ്റർ ബി അതിനകത്ത് ആഡ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായി? A:B എന്ന് പറഞ്ഞ റേഷ്യോ എത്രയായി? 7:9 ആയി. എങ്കിൽ ഇനിഷ്യലി എത്ര ഉണ്ടാവും എന്നൊക്കെയാണ് ചോദ്യം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ AHS ക്വസ്റ്റിനകത്ത് ചെയ്താണ്. A:B എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, പിന്നെ വേറൊരു റേഷ്യോ ഉണ്ട്. ഒന്നിൽ നിന്ന് എത്രയോ പോയി, അങ്ങനെ വന്നപ്പോൾ വന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇവിടെ പോകുന്നത് ഈ 9 ലിറ്റർ 7:5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പോകുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? ഒരു 9 ലിറ്റർ ബി മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴാണ് എന്തായത്? ഇത് 7:9 ആയത്. ഇത് 2 or 3 രീതിയിൽ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. വേഗം എളുപ്പത്തിലുള്ള 2-3 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നമുക്ക് നോക്കാം. ഇതിന് തുടക്കം എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് തുടക്കം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് എത്രയോ ലിറ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു 9 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റിയില്ലേ? ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ആദ്യം വേണം. അത് എത്ര ലിറ്റർ ഏത് റേഷ്യോയിലായിരുന്നു? 7:5 റേഷ്യോയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുന്ന മിക്സ്ചറിന്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? ഒരു 7:5 തന്നെയായിരിക്കും. ആ എടുത്ത് മാറ്റിയ മിക്സ്ചറിന്റെ റേഷ്യോ എത്ര തന്നെയായിരിക്കും? ഒരു 7:5 തന്നെയായിരിക്കും. അങ്ങനെ അതിനകത്ത് ബാക്കി ഉണ്ടാവുന്ന എന്നുവെച്ചാൽ അങ്ങനെ ഒരു 7:5 റേഷ്യോയിലായിരിക്കും എടുത്ത് മാറ്റുന്നത്. ഇതിനകത്ത് ബാക്കിയുള്ള മിക്സ്ചറിന്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 7:5 തന്നെയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ്സിനകത്ത് നാരങ്ങ വെള്ളം എടുത്ത് നിന്നിരിക്കട്ടെ. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്തു. അതിനകത്ത് പഞ്ചസാരയുണ്ട്, നാരങ്ങയുണ്ട്, പച്ചവെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഞാനൊരു പകുതി ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിന് ഈ അടിയാതെ പഞ്ചസാര കിടന്നുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആദ്യം കുടിച്ചതും ഇനി ബാക്കിയുള്ളതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് നമ്മൾ കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പഞ്ചസാര എല്ലാം ഊർന്നു വരികയും ബാക്കി പഞ്ചസാര ഇല്ലാത്തൊരവസ്ഥ വരികയും വരുമോ? അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ നമ്മൾ കുടിക്കുകയും ബാക്കി ഇങ്ങനെ കുടിക്കും തോറും പഞ്ചസാര അളവ് കൂടി വരിക, അല്ലെങ്കിൽ നാരങ്ങയുടെ പുളി കൂടി വരിക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മോളിക്യൂളിനകത്ത് എന്താണോ ഉള്ളത് അതേ റേഷ്യോ തന്നെയായിരിക്കും അതിനകത്ത് മൊത്തം മോളിക്യൂളിനകത്ത് ഉള്ളത്, നമ്മൾ കെമിസ്ട്രി പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തും ഓരോ പാർട്ടികൾ അല്ലെങ്കിൽ ഓരോ പീസ് എടുത്താലും ഓരോ ലിറ്റർ എടുത്താലും അതിനകത്തെല്ലാം ഈ പറയുന്ന 2 AB റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 7:5 തന്നെയായിരിക്കും. അപ്പോൾ എടുത്ത് മാറ്റിയാലും അതിൻ്റെ റേഷ്യോ 7:5 ആയിരിക്കും. അതിനകത്ത് ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതും 7:5 തന്നെയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീപ്പായിട്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ഇനി റിമൈനിങ് ക്വാണ്ടിറ്റി ആ 9 ലിറ്റർ മാറ്റിയതിന് ശേഷം ബാക്കി റിമൈനിങ് എത്ര ഉണ്ടാവും? ഒരു 7:5 റേഷ്യോയിൽ തന്നെ എയും ബിയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? ശ്രദ്ധിക്കുക, ഇത് ഇനിഷ്യലി ഉണ്ടായിരുന്നതല്ല. അതിൽ നിന്ന് 9 ലിറ്റർ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ 7:5. ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു 9 ലിറ്റർ ബി മാത്രം ആഡ് ചെയ്തു. 9 ലിറ്റർ ബി മാത്രം ആഡ് ചെയ്തു. അങ്ങനെ 9 ലിറ്റർ ബി മാത്രം ആഡ് ചെയ്തപ്പോൾ ഈ റേഷ്യോ എന്തായി? 7:9 ആയി മാറി. അങ്ങനെയല്ലേ പറയുന്നത്? ഇതിനൊരു എളുപ്പവഴിയുണ്ട്. എന്താണ് എളുപ്പവഴി എന്ന് വെച്ചാൽ, ഇതിനകത്ത് എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഇല്ല. കാരണം എന്താ? ഇവിടെ ബി മാത്രമേ ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മൾ ഈ 9 ലിറ്റർ മാറ്റി വെച്ച കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പം 7:5 റേഷ്യോയിൽ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അതായത് ബാക്കി ഇതിനകത്ത് എത്ര ഉണ്ടായിരുന്നു? 7:5 റേഷ്യോയിൽ ഉണ്ടായിരുന്നു. ആ മിക്സ്ചറിനകത്തേക്ക് ഒരു 9 ലിറ്റർ ബി മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിയുടെ അളവല്ലേ കൂടിയോ കുറയോ ചെയ്യേണ്ടത്. അപ്പം ബിയുടെ അളവ് കൂടിയോ കുറയോ ചെയ്തു.
എക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എക്ക് ഒരു വ്യത്യാസമില്ല. സ്വാഭാവികമായിട്ട് എയുടെ റേഷ്യോയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എയുടെ റേഷ്യോയ്ക്ക് ഒരു വ്യത്യാസമില്ല. അവിടെ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിലാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പം നോക്കുന്നു നമുക്ക് റേഷ്യോയ്ക്ക് എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. റേഷ്യോയ്ക്ക് എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട്? 5 റേഷ്യോ എന്നുള്ളത് 9 റേഷ്യോ ആയി. അതായത് ഒരു 4 റേഷ്യോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ? 9 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ 4 റേഷ്യോ ഇൻക്രീസ് ചെയ്തു. 9 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ 4 റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 ലിറ്റർ വന്നു, 4 റേഷ്യോ ഇൻക്രീസ് ചെയ്തു എങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 റേഷ്യോന്റെ വാല്യൂ 9 ലിറ്റർ ആണെങ്കിൽ ഒരു റേഷ്യോന്റെ വാല്യൂ എത്രയായിരിക്കും? 9/4 ലിറ്റർ ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കാമോ? 4 റേഷ്യോ 9 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് വെച്ചാൽ ഈ 4 അപ്പുറത്ത് പോയാൽ മതി. 4R = 9 ലിറ്റർ. R എന്ന് വെച്ചാൽ 1R = 9/4 ലിറ്റർ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു റേഷ്യോ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ എത്രയാണ്? 9/4 ആണ്. നമുക്ക് വേണ്ടത് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം ഈ മുഴുവൻ ഈ ഒരു കണ്ടീഷനിൽ ഇതിന്റെ മുഴുവൻ റേഷ്യോ എത്രയാണെന്ന് നോക്കാം. ഇനിഷ്യലി എന്ന് വെച്ചാൽ റിമൈനിങ് ക്വാണ്ടിറ്റിക്കകത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. 7 + 5 എത്ര ഉണ്ടായിരുന്നു? 12 ലിറ്റർ ആയിരുന്നു. നമ്മൾ ഈ 9 ലിറ്റർ എടുത്ത് മാറ്റുന്നതിന് മുമ്പ് എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? ശ്രദ്ധിക്കുക, 9 ലിറ്റർ എടുത്ത് മാറ്റിയതിന് ശേഷം എത്ര ലിറ്റർ ബാക്കി ഉണ്ടായിരുന്നു? ഒരു 7:5 റേഷ്യോ ഉണ്ടായിരുന്നു. എങ്കിൽ ആ 7:5 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 7 + 5 12 ലിറ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 12 റേഷ്യോ ഉണ്ടായിരുന്നു. ഈ 12 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു റേഷ്യോ എന്ന് വെച്ചാൽ 9/4 ലിറ്റർ ആണ്. അപ്പോൾ 12 റേഷ്യോ എന്ന് വെച്ചാൽ എത്രയാണ്? 12 റേഷ്യോ എന്ന് വെച്ചാൽ 12 × 9/4 ആണ്. എത്ര കിട്ടും? 4 12 വെട്ടി 3 × 9 എത്ര കിട്ടി? 27 കിട്ടി. അപ്പോൾ 27 ലിറ്റർ ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ഈ റിമൈനിങ് ക്വാണ്ടിറ്റിയുടെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 27 ലിറ്റർ ഉണ്ടായിരുന്നു. ആ 27 നമ്മൾ വിചാരിക്കാമെങ്കിൽ 27 ആയിരിക്കും ആൻസർ. ശ്രദ്ധിക്കുക, ഈ 27 അല്ല നമ്മൾ എടുക്കേണ്ട. കാരണം എന്താ? ഇനിഷ്യലി നമ്മളൊരു 9 ലിറ്റർ എടുത്ത് മാറ്റിയിരുന്നു. ഒരു 9 ലിറ്റർ എടുത്ത് വെളിയിലോട്ട് വെച്ചില്ലേ? അത് തുടക്കത്തിലുള്ളതല്ലേ? നമുക്ക് വേണ്ടുന്ന ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എയർ വാസ് കണ്ടെയ്ൻഡ് ബൈ ദി കണ്ടെയ്നർ ഇനിഷ്യലി, ഏറ്റവും തുടക്കത്തിലല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൾറെഡി നമ്മളൊരു 9 ലിറ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ 9 ലിറ്റർ കൂടെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലല്ലേ ഇനിഷ്യൽ കണ്ടീഷൻ ആകത്തുള്ളൂ. അപ്പോൾ ഈ റിമൈനിങ് ക്വാണ്ടിറ്റിക്ക് അത് എത്ര കിട്ടി? 27 ലിറ്ററിന് കിട്ടി. അതിനകത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ച 9 ലിറ്റർ അത് ഞാൻ ആദ്യമേ എടുത്ത് മാറ്റി ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എവിടെ നിന്ന് എടുത്തിയാണ്. അപ്പോൾ ഇപ്പം ഈ റിമൈനിങ്ങിനകത്ത് 7 + 5 12 ഉണ്ടായിരുന്നു. 12 റേഷ്യോ എന്ന് വെച്ചാൽ ഒരു റേഷ്യോക്ക് 9/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 27 കിട്ടി. അങ്ങനെ ആ 27ന്റെ കൂടെ ഈ 9 കൂടി ആഡ് ചെയ്തപ്പോൾ 27 + 9 എത്ര കിട്ടി? 36 ലിറ്റർ എന്ന് കിട്ടി. അതായത് ഈ ഒരു മിക്സ്ചറിനകത്ത് തുടക്കത്തിൽ ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു? 36 ലിറ്റർ ഉണ്ടായിരുന്നു മുഴുവൻ. നമുക്ക് മുഴുവൻ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് എന്താ? എ ആണ് വേണ്ടത്. എങ്കിൽ ആ 36 ലിറ്ററിനെ മൊത്തം 12 ഭാഗിച്ചാൽ, അതല്ലേ പറയുന്നത്? ആ 36നെ മൊത്തം 12 ഭാഗിച്ചാൽ അതിൽ എ എത്രയായിരിക്കും? 7 പോർഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതിന്റെ ഡിഫിക്കൽട്ടീസ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം മനസ്സിലായോ? കറക്റ്റായിട്ട് 2-3 തവണ ഇത് കാണണം, എന്നാലും ഇതും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിലാണ് പറഞ്ഞു തരുന്നത്. കാരണം എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എത്ര ലിറ്റർ എടുത്ത് മാറ്റി വേറെ എത്ര ലിറ്റർ ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. എങ്ങനെ തന്നാലും ഇത് ഈ രീതി ചെയ്യാം. ഡിഫറെന്റ് രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ നോക്കി? 36 × 7/12 36 × 7/12 എങ്കിൽ എത്ര കിട്ടും? 12 3 36 3 21. ആൻസർ എത്ര കിട്ടും? 21 ലിറ്റർ ആയിരിക്കും ഇനിഷ്യലി എയിലുണ്ടാവുക. 21 ലിറ്റർ. ആൻസർ സി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ എന്ത് കറക്റ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വേണം. അടുത്ത ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? പിന്നെ കാണാം. ശരി.